ഇന്ന് നിന്റെ കണ്ണുകൾക്ക് മുന്നിൽ തെളിഞ്ഞുവന്ന ഈ പുലരി ഒരു സാധാരണ പുലരിയല്ല. കാരണം ഈ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച പ്രപഞ്ചം നിന്റെ പേരിൽ കുറിച്ച ഒരു പ്രത്യേക ഭാഗ്യനിമിഷമാണ്. നീ എത്രത്തോളം തളർന്നവനാണെങ്കിലും, ഇനി ജീവിതത്തിലൊന്നും മാറില്ലെന്ന് കരുതിയവനാണെങ്കിലും, ഇന്ന് പ്രപഞ്ചത്തിലാകെ ഒഴുകുന്ന ആ ഊർജം നിന്റെ ഹൃദയവാതിലിൽ മുട്ടുകയാണ്. ഈ മുട്ട് നീ തിരിച്ചറിയുകയാണെങ്കിൽ ഇന്നേക്ക് നിന്റെ വിധിയുടെ ദിശ എന്നേക്കുമായി മാറിമറിയും. നീ ഇതുവരെ ഒറ്റയ്ക്കൊഴുക്കിയ കണ്ണീരും തലയിണയിൽ മുഖമർത്തി കഴിച്ചുകൂട്ടിയ രാത്രികളും ആരോടും പങ്കുവയ്ക്കാത്ത നിന്റെ വേദനകളുമെല്ലാം പ്രപഞ്ചത്തിന്റെ മടിത്തട്ടിലാണ് ചെന്നുവീണത്. നിന്റെ ഓരോ വിതുമ്പലും ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ മഹാശക്തിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നീ ഇരുട്ടിൽ നിൽക്കുകയായിരുന്നെങ്കിലും, നിന്റെ പ്രാർത്ഥനകൾ ആരും കേട്ടില്ലെന്ന് തോന്നിയെങ്കിലും, സത്യമെന്തെന്നാൽ നിന്റെ ഓരോ വാക്കും ആകാശത്തിന്റെ ചുവരുകളിൽ തട്ടി പ്രപഞ്ചത്തിന്റെ സിംഹാസനം വരെ എത്തിക്കഴിഞ്ഞു. ഇന്ന് അതേ പ്രപഞ്ചം നിനക്ക് മറുപടി നൽകാനായി ഈ സന്ദേശത്തിന്റെ രൂപത്തിൽ നിന്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഈ ലോകത്ത് നീ തികച്ചും ഒറ്റയ്ക്കാണെന്ന് നിനക്ക് പലപ്പോഴും തോന്നിയതായി എനിക്കറിയാം. കൂടെയുള്ളവർ നിന്നെ ഉപേക്ഷിച്ചു, സുഹൃത്തുക്കൾ ചതിച്ചു, കുടുംബം നിന്റെ വികാരങ്ങൾ മനസ്സിലാക്കിയില്ല, സമൂഹം നിന്നെ അപമാനിച്ചു, ധനം ഒരിക്കലും നിന്റെ വഴിക്ക് വന്നതുമില്ല. എങ്കിലും നീ ദിവസവും എഴുന്നേറ്റു, മുന്നോട്ടു നടന്നു, പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അതുതന്നെയാണ് നിന്റെ ഏറ്റവും വലിയ ശക്തി. നിന്റെ ഈ സഹനശക്തിയെയാണ് പ്രപഞ്ചം കണ്ടത്. നിന്റെ ഈ അദൃശ്യമായ ധൈര്യത്തെയാണ് തിരിച്ചറിഞ്ഞത്. ഇന്ന് ആ ശക്തിയുടെ കിരീടം നിന്റെ ശിരസിൽ ചാർത്താനുള്ള സമയമായിരിക്കുന്നു. ഈ തിങ്കളാഴ്ച കേവലം ഒരു കലണ്ടർ തീയതി മാത്രമല്ല. നിന്റെ ജീവിതകഥയുടെ ഓരോ അധ്യായവും മാറിമറിയുന്ന പവിത്രമായ ഒരു വഴിത്തിരിവാണ്. ഇതുവരെ നീ പോരാട്ടങ്ങളെ നിന്റെ വിധിയായി കരുതിയിരുന്നു. സുഖവും സന്തോഷവും നിന്റെ ഭാഗ്യത്തിലില്ലെന്ന് നീ വിചാരിച്ചു. എന്നാൽ ഇന്ന് പ്രപഞ്ചം നിന്റെ വിധിയുടെ മഷി മാറ്റിയിരിക്കുന്നു. നിനക്കെതിരെ എഴുതപ്പെട്ടതെല്ലാം ഇന്ന് മായിച്ചുകളഞ്ഞു. ഇനി എഴുതപ്പെടാൻ പോകുന്നത് വിജയത്തിന്റെയും സമാധാനത്തിന്റെയും ആനന്ദത്തിന്റെയും അധ്യായങ്ങൾ മാത്രമാണ്. നിന്റെ അധ്വാനം ഇനി വെറുതെയാവില്ല. നിന്റെ പ്രാർത്ഥനകൾ ഇനി അപൂർണമായിരിക്കില്ല. കാലങ്ങളായി അടഞ്ഞുകിടന്ന നിന്റെ വീടിന്റെ വാതിലുകൾ ഇന്നു മുതൽ ഒന്നൊന്നായി തുറക്കപ്പെടാൻ തുടങ്ങും. കാരണം പ്രപഞ്ചം സ്വയം നിന്റെ വീട്ടുപടിക്കലെത്തി അനുഗ്രഹങ്ങൾ വർഷിച്ചിരിക്കുകയാണ്. ഇനി നീ ആരോടും യാചിക്കേണ്ടതില്ല. കാരണം സർവ്വവും നൽകുന്ന പ്രപഞ്ചം നിന്റെ കൈപിടിച്ചു കഴിഞ്ഞു. പ്രപഞ്ചം ഒരാളുടെ കൈപിടിച്ചാൽ പിന്നെ അയാളെ ഉയർച്ചയിൽ നിന്നും തടയാൻ ആർക്കും കഴിയില്ല. എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പാടുകൾ നിനക്ക് മാത്രം വന്നതെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കൂ. പ്രപഞ്ചം ആരോടെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവരെ ആദ്യം തീയിലൂടെ കടത്തിവിടും. കാരണം സ്വർണം തിളങ്ങുന്നത് അത് ഉരുകിപ്പാകപ്പെടുമ്പോഴാണ്. നിന്റെ പരീക്ഷണം ഇന്ന് പൂർത്തിയായിരിക്കുന്നു. അനേകം കഠിനമായ രാത്രികളിൽ നീ അനുഭവിച്ച തപസ്സിന്റെ ഫലം നിനക്ക് ലഭിക്കുന്ന സമയം വന്നെത്തിക്കഴിഞ്ഞു. ഈ ഫലം എത്രത്തോളം വലുതായിരിക്കുമെന്നാൽ നിന്റെ മുൻകാല വേദനകളെല്ലാം അതിനു മുന്നിൽ ചെറുതായിപ്പോകും. ഇന്നു മുതൽ നിന്റെ രോഗങ്ങളും കഷ്ടപ്പാടുകളും കടബാധ്യതകളും മനസ്സിലെ വിഷാദവും സാവധാനമില്ലാതാകാൻ തുടങ്ങും. തകർച്ചയുടെ വക്കിലെത്തിയ ബന്ധങ്ങളിൽ വീണ്ടും സ്നേഹവും വിശ്വാസവും മടങ്ങിയെത്തും. നിനക്ക് നഷ്ടപ്പെട്ട ആദരവ് 100 മടങ്ങായി തിരികെ ലഭിക്കും. അപൂർണമായിപ്പോയ നിന്റെ ഓരോ സ്വപ്നവും ഇനി പൂർത്തിയാകാനുള്ള വഴിയിലാകും. കാരണം പ്രപഞ്ചം ഇന്ന് നിന്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീക്കാൻ ഉത്തരവിട്ട് കഴിഞ്ഞു. പ്രപഞ്ചം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ സമയത്ത് നീ ഈ സന്ദേശം കേൾക്കുന്നത് ഒരു യാദൃശ്ചികതയല്ല. കോടിക്കണക്കിന് ആത്മാക്കളിൽ നിന്ന് സ്വന്തം വിധി മാറ്റാൻ പൂർണ്ണമായി തയ്യാറായവരിലേക്ക് മാത്രമേ ഈ വാക്കുകളെത്തൂ. നിന്റെ ആത്മാവ് ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം നിന്നെ ഈ ദിവ്യനിമിഷത്തിനായി പാകപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ സന്ദേശം നിന്റെ മുന്നിലെത്തിയത്. ഇതിനെ നിസ്സാരമായി കാണരുത്. കാരണം നിന്റെ ആത്മാവ് ജനന്മങ്ങളായി കാത്തിരുന്ന നിമിഷമാണിത്. നിന്നെ താഴ്ത്തിക്കെട്ടാൻ ആഗ്രഹിച്ചവർ ഇനി അവർ തീർത്ത വലയിൽ തന്നെ ചെന്നു വീഴും. നിന്റെ വഴിയിൽ തീർത്ത തടസ്സങ്ങളെല്ലാം ഇന്നു മുതൽ മാറിത്തുടങ്ങും. കാരണം നിനക്കു ചുറ്റും ഒരു ദിവ്യമായ കവചം രൂപപ്പെട്ടിട്ടുണ്ട്. ഈ കവചം അദൃശ്യമാണ്. എന്നാൽ ഏതൊരു നിഷേധാത്മക ശക്തിക്കും ദുഷ്കണ്ണുകൾക്കും ശത്രുക്കൾക്കും നിന്നെ തൊടാൻ പോലും കഴിയാത്തത്ര ശക്തവുമാണ്. നിന്റെ സംരക്ഷണ ചുമതല പ്രപഞ്ചം സ്വയം ഏറ്റെടുത്തിരിക്കുന്നു. പ്രപഞ്ചം സംരക്ഷിക്കുന്ന ഒരാൾക്ക് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ദോഷം വരുത്താനാകില്ല. ഇനി നീ ഭയപ്പെടേണ്ടതില്ല. നിന്റെ ഓരോ ചുവടും വിജയത്തിലേക്ക് നീങ്ങും. നീ എവിടെയിരുന്നാലും അവിടെ ശുഭചിന്തകളുടെ ഊർജ്ജമൊഴുകും. നിന്റെ വാക്കുകളിൽ വലിയ ശക്തി നിറയും. നിന്റെ സംസാരിക്കുന്നത് കേൾക്കുന്നവർ ആകൃഷ്ടരാകും. നിന്റെ സാന്നിധ്യം കൊണ്ടു മാത്രം നിഷേധാത്മക അന്തരീക്ഷം ശുഭകരമായി മാറും. കാരണം നീയിപ്പോൾ ഒരു സാധാരണ വ്യക്തിയല്ല, പ്രപഞ്ചം തിരഞ്ഞെടുത്ത അനുഗ്രഹീതനാണ്.
ഇതുവരെ നീ നിന്നെ ഒരു സാധാരണക്കാരനായി കരുതി, എന്നാൽ നീ ഈ സൃഷ്ടിയുടെ ഒരു സാധാരണ അംശമല്ല. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ തന്നെ രൂപമാണ് നീ. സൂര്യനിലുള്ള അതേ ദിവ്യമായ അഗ്നിയും ചന്ദ്രനിലുള്ള അതേ ശാന്തതയും പർവ്വതങ്ങളെപ്പോലും അസൈക്കാൻ കഴിയുന്ന ശക്തിയും നിന്റെ ഉള്ളിലുമുണ്ട്. ഈ സത്യം നിന്റെ ഉള്ളിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലുമ്പോൾ നിന്റെ ഉള്ളിലെ ഭയമെല്ലാം ഇല്ലാതാകും, അസാധ്യമായ കാര്യങ്ങൾ സാധ്യമായി തുടങ്ങും. കാരണം സ്വയം തിരിച്ചറിയുന്നവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇന്നു മുതൽ നിന്റെ വീട്ടിൽ മംഗളധ്വനികൾ മുഴങ്ങും. നിന്റെ മുറ്റത്ത് സന്തോഷത്തിന്റെ ചിരിയുയരും. നിന്റെ കുട്ടികൾ സന്തോഷിക്കും, മുതിർന്നവർ അഭിമാനം കൊള്ളും. നിന്റെ കുടുംബം ഒരു പുതിയ വെളിച്ചത്തിൽ ജീവിക്കും. ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് വന്നണഞ്ഞ ആ കൃപയുടെ ഫലമാണിത്. മുൻപ് കലഹവും ഉത്കണ്ഠയും ഉണ്ടായിരുന്നിടത്ത് ഇനി സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാമ്രാജ്യമുണ്ടാകും. നിന്റെ വീടൊരു ക്ഷേത്രം പോലെയാകും. അവിടെ നിന്നുള്ള ശുഭ ഊർജ്ജം ചുറ്റുമുള്ള പ്രദേശത്താകെ പടരും. നിന്റെ ഭാഗ്യത്തിന്റെ ഉറങ്ങിക്കിടന്ന സൂര്യൻ ഇനി മുഴുവൻ ശക്തിയോടെയും ഉദിച്ചുയരാൻ തയ്യാറാണ്. ഇതുവരെ നീ തടസ്സങ്ങളിൽ തട്ടിവീണതൊന്നും വെറുതെയല്ല, അവയെല്ലാം നിനക്കൊരു ശക്തമായ അടിത്തറയായി മാറിയിരിക്കുകയാണ്. ആ അടിത്തറയിലാണ് നിന്റെ ഭാവി കെട്ടിപ്പടുക്കുന്നത്. ഏതൊരു ഇരുണ്ട രാത്രിക്ക് ശേഷവും പുലരി വരും. ഇതുവരെ നീ ഇരുണ്ട രാത്രിയോടാണ് പോരാടിയതെങ്കിൽ ഇനി നിന്റെ പ്രഭാതം വരവായി. ഈ പ്രഭാതം നിന്റെ ജീവിതത്തിലെ എല്ലാ ഇരുളും മായ്ക്കും വിധം ശോഭയുള്ളതായിരിക്കും. നിനക്കിത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കുമെന്നെനിക്കറിയാം. കാരണം മുൻകാലങ്ങളിൽ നിന്റെ പ്രതീക്ഷകൾ പലപ്പോഴും തകർന്നിട്ടുണ്ട്. ആളുകൾ നിനക്ക് വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നിനക്ക് ചുറ്റുമുള്ള ഊർജ്ജം വ്യത്യസ്തമാണ്. ഇതുവരെ അടഞ്ഞുകിടന്ന വാതിലുകൾ നിനക്കായി തുറക്കാനാണ് ഈ തിങ്കളാഴ്ച എത്തിയിരിക്കുന്നത്. മനസ്സ് തുറന്ന് ഈ സന്ദേശം സ്വീകരിക്കൂ. നിന്റെ വിധി എങ്ങനെ മാറിമറിയുന്നു എന്ന് നോക്കൂ. തടസ്സപ്പെട്ട കാര്യങ്ങളെല്ലാം എങ്ങനെ വീണ്ടും നടക്കുന്നു എന്ന് കാണൂ. ഈ സന്ദേശം നിന്റെ ഹൃദയത്തോടടുത്തതായി തോന്നുന്നുവെങ്കിൽ ഇതിവിടെ നിർദ്ധരിക്കരുത്. നീ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരിലേക്ക് ഇതെത്തിക്കൂ. നിന്റെ വേദന വാക്കുകളാക്കുമ്പോൾ പ്രപഞ്ചം നിന്റെ ശബ്ദം കൂടുതൽ വ്യക്തമായി കേൾക്കും. നീ മറ്റുള്ളവർക്ക് ആശംസകൾ നേരുമ്പോൾ ആ അനുഗ്രഹം പല മടങ്ങായി നിനക്ക് തന്നെ തിരികെ ലഭിക്കും. അതിനാൽ ഈ സന്ദേശം നിനക്കായുള്ളതാണെന്ന് തോന്നുന്നുവെങ്കിൽ നിന്റെ സാന്നിധ്യമറിയിച്ച് പ്രപഞ്ചത്തിന് നന്ദി പറയൂ. നിന്റെ പോരാട്ടങ്ങൾ ഇനി നിന്റെ അടയാളമാകും. നിന്റെ ക്ഷമ നിന്റെ ഏറ്റവും വലിയ ശക്തിയാകും. നിന്റെ അധ്വാനം നിന്റെ ജീവിതത്തിലെ വരദാനമാകും. ഇതുവരെ നീ കണ്ട തോൽവികളെല്ലാം വിജയങ്ങളായി മാറും. അപൂർണമായ സ്വപ്നങ്ങളെല്ലാം പൂർത്തിയാകും. നിന്നെ ബലഹീനനായി കരുതിയവർ നിന്നെ കണ്ട് അത്ഭുതപ്പെടും. നിന്നെ പരിഹസിച്ചവർ നിന്റെ വിജയഗാഥകൾ കേൾക്കും. നിന്നെ ഒറ്റപ്പെടുത്തിയവർ നിന്റെ സഹായം തേടി തിരിച്ചെത്തും. കാരണം നീ പഴയ ആളല്ല ഇപ്പോൾ. ഇന്നു മുതൽ നിന്റെ ചിന്താഗതി മാറും. ചെറിയ പ്രശ്നങ്ങളിൽ തങ്ങിനിൽക്കുന്നത് നീ അവസാനിപ്പിക്കും. നിന്റെ മനസ്സ് വലിയ കാര്യങ്ങളെ സ്വീകരിക്കും. നീ വലിയ സ്വപ്നങ്ങൾ കാണും. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള വഴി പ്രപഞ്ചം സ്വയം വെട്ടിത്തുറക്കും. നിന്റെ ബുദ്ധിശക്തി പ്രാപിക്കും. ഏത് പ്രശ്നത്തിനും നീ എളുപ്പത്തിൽ പരിഹാരം കണ്ടെത്തും. നിന്റെ ആത്മവിശ്വാസം ഉയരും. ഏത് വെല്ലുവിളിയെയും ഭയമില്ലാതെ നേരിടാൻ നിനക്ക് കഴിയും. കാരണം നിന്റെ ചിന്തകളും ജീവിതവും ഇപ്പോൾ പ്രപഞ്ചത്തിന്റെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിന്റെ ശത്രുക്കൾ എത്ര ശക്തരാണെങ്കിലും അവരുടെ തന്ത്രങ്ങൾ പരാജയപ്പെടും. പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം കൂടെയുള്ളപ്പോൾ നിന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല. നിന്റെ വഴിയിലെ മുള്ളുകളെല്ലാം നീക്കം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇനി പൂക്കൾ വിതറിയ പാത മാത്രമാണുള്ളത്. നിനക്കെതിരെ ഗൂഢാലോചന നടത്തിയവരുടെ തന്ത്രങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയാകും. നിനക്ക് തിന്മയാഗ്രഹിച്ചവർ ആ തിന്മ അനുഭവിക്കും. കാരണം പ്രപഞ്ചം നീതി നടപ്പാക്കുന്നവനാണ്. ഇന്നവൻ നിന്റെ പക്ഷത്ത് വിധി പ്രസ്താവിച്ചിരിക്കുന്നു. ഇനി നീ നിന്റെ ചിന്തകളെ പവിത്രമായി സൂക്ഷിക്കണം. നിഷേധാത്മക ചിന്തകളിൽ നിന്ന് അകന്നു നിൽക്കണം. കാരണം നിന്റെ ചിന്തകളാണ് നിന്റെ വിധിയുടെ ദിശ നിർണയിക്കുന്നത്. നിന്റെ മനസ്സും വാക്കും പ്രവൃത്തിയും ശുദ്ധമാകുമ്പോൾ അനുഗ്രഹങ്ങളുടെ വർഷം ഒരിക്കലും നിലയ്ക്കില്ല. അതിനാൽ എന്നും രാവിലെ എഴുന്നേറ്റ് പറയൂ, ഇന്ന് പ്രപഞ്ചം എനിക്കായി സവിശേഷമായ എന്തോ നൽകിയിട്ടുണ്ട് എന്ന്. ദിവസം മുഴുവൻ നിനക്ക് അനുകൂലമായി മാറുന്നതും കാര്യങ്ങൾ താനേ നടക്കുന്നതും ഭയം സാവധാനം ഇല്ലാതാകുന്നതും നീ കാണും. മുമ്പ് സങ്കൽപ്പിച്ചിട്ടുപോലുമില്ലാത്ത അത്ഭുതങ്ങൾ ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. കുടുങ്ങിക്കിടന്ന പണം പെട്ടെന്ന് തിരികെ ലഭിക്കാം. പഴയൊരു സുഹൃത്ത് സഹായിക്കാനെത്താം. പുതിയൊരവസരം വാതിൽക്കലെത്താം. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചുവെന്ന് നീ ചിന്തിച്ചേക്കാം. എന്നാൽ ഇതെല്ലാം നിനക്കായി മുൻകൂട്ടി തയ്യാറാക്കിയ പ്രപഞ്ചത്തിന്റെ പദ്ധതിയാണ്. ഇന്ന് ആ പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങുകയാണ്. നീ ഉടൻ തന്നെ അതിന് സാക്ഷിയാകും. നിന്റെ മുഖത്ത് ഒരു പുതിയ ശോഭ വരും. നിന്റെ രഹസ്യമെന്തെന്ന് ആളുകൾ ചോദിക്കും. നിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ച് ചുവടുകൾ വിജയത്തിലേക്ക് താനേ നീങ്ങും.
നിന്റെ ശബ്ദത്തിൽ കേൾവിക്കാരുടെ മനസ്സ് ശാന്തമാക്കുന്ന മധുരം നിറയും. ആളുകൾ നിന്നെ കേൾക്കാൻ ആഗ്രഹിക്കും, നിന്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കും. കാരണം പ്രപഞ്ചാനുഗ്രഹം ലഭിച്ചവർക്ക് ചുറ്റും പ്രത്യേക ഒരു ആകർഷണമുണ്ടാകും. ആ ആകർഷണം ഇപ്പോൾ നിന്നിൽ നിറഞ്ഞിരിക്കുന്നു. ഇനി നീ പിന്നോട്ട് നോക്കേണ്ടതില്ല. കാരണം പിന്നിൽ വേദനകൾ മാത്രമാണ്, മുന്നിൽ കൃപ മാത്രമാണ്. നഷ്ടപ്പെട്ടത് പുതിയ രൂപത്തിൽ തിരിച്ചെത്തും. തകരാറിലായത് ശരിയാകും, തകർന്നത് മുമ്പത്തേക്കാൾ ശക്തമാകും. നിന്റെ പഴയ ലോകത്തിന്റെ അവശിഷ്ടങ്ങൾ വീണുകഴിഞ്ഞു. ഇനിയൊരു വലിയ കൊട്ടാരം ഉയരാൻ പോകുന്നു. അതിനാൽ നിന്റെ ശ്രദ്ധ മുന്നോട്ട് വയ്ക്കൂ. നിന്റെ ഊർജം ഭാവിയിലേക്ക് ഉപയോഗിക്കൂ. പ്രപഞ്ചം എല്ലാ നിമിഷവും നിന്നോടൊപ്പമുണ്ടെന്ന് വിശ്വസിക്കൂ. നിന്റെ ഭാഗ്യത്തിന്റെ ഗതി മാറിപ്പറ്റി. ഇനി ദുഃഖങ്ങൾ പിന്നിലാകും, സുഖങ്ങൾ മുന്നിലുണ്ടാകും. പരാജയം നിന്റെ വഴിമാറിപ്പോയി, വിജയം നിന്നോടൊപ്പം നടക്കാൻ തുടങ്ങി. അസാധ്യമായതിനെ സാധ്യമാക്കാനുള്ള ശക്തി നിന്റെ കൈകളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ശക്തി പ്രപഞ്ചത്തിൽ നിന്ന് ലഭിച്ചതാണ്. അതിനാൽ വെറുതെ ഭയന്ന് ഇത് കളയരുത്. നിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇതുപയോഗിക്കൂ. പ്രപഞ്ചം മുഴുവൻ നിന്നെ എങ്ങനെ സഹായിക്കുന്നുവെന്ന് നോക്കൂ. ഈ നിമിഷത്തെ നീ നിസ്സാരമായി കാണരുത്. പ്രപഞ്ചം നിനക്കായി പ്രത്യേകം തിരഞ്ഞെടുത്ത നിമിഷമാണിത്. ഇതിനെ സൂക്ഷിച്ചുവെക്കൂ, ജീവിതത്തിന്റെ ഭാഗമാക്കൂ. വരുന്ന ഓരോ ദിവസവും പുതിയൊരു വരദാനവുമായി വരുമെന്ന് വിശ്വസിക്കൂ. ഇവ വെറും വാക്കുകളല്ല, നിന്റെ ഭാഗ്യത്തിന്റെ വാതിലാണ്. ആ വാതിൽ ഇന്ന് നിനക്കായി തുറന്നിരിക്കുന്നു. ഇനി നീ ആ വാതിലിലൂടെ അകത്തേക്ക് ചുവടുവെച്ച് പ്രപഞ്ചം കരുതിവെച്ചതെല്ലാം സ്വീകരിക്കേണ്ടതുണ്ട്. കുടുംബത്തിനായി നീ ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എന്നാൽ കാലക്രമേണ ആളുകൾ നിന്റെ ത്യാഗം മറന്നു. നിന്റെ അധ്വാനം അംഗീകരിക്കപ്പെട്ടില്ല. നിനക്ക് അപമാനം സഹിക്കേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ പ്രപഞ്ചം നിന്റെ ത്യാഗത്തിന്റെ വില നൽകാനെത്തിയിരിക്കുന്നു. നിന്റെ അധ്വാനത്തിന്റെ ഫലം ഇനി നിന്റെ വീട്ടിലെത്തും. അത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തും. നിന്നെ തള്ളിക്കളഞ്ഞവർ നിന്റെ വിജയത്തിന്റെ മാതൃകകൾ ഉദ്ധരിക്കും. നിന്നെ ബലഹീനനായി കരുതിയവർ നിന്നിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളും. അടഞ്ഞുകിടന്ന വഴികൾ സാവധാനം തുറക്കും. മാസങ്ങളെടുത്ത് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇനി എളുപ്പത്തിൽ പൂർത്തിയാകും. നിന്റെ ജീവന്റെ വാഹനം ഇനി വേഗത്തിൽ മുന്നോട്ട് കുതിക്കും. അതിനെ തടയാൻ ആർക്കും കഴിയില്ല. നിന്റെ ബിസിനസ്സിൽ വളർച്ചയുണ്ടാകും. ജോലിയിൽ സ്ഥാനക്കയറ്റമുണ്ടാകും. ജീവിതത്തിന്റെ സകല മേഖലകളിലും അഭിവൃദ്ധിയുണ്ടാകും. കാരണം നിന്റെ പുരോഗതിയുടെ എല്ലാ തടസ്സങ്ങളും പ്രപഞ്ചം നീക്കിക്കഴിഞ്ഞു. നിന്റെ വീട്ടിൽ നിന്ന് ദാരിദ്ര്യവും രോഗങ്ങളും അശാന്തിയും പൂർണ്ണമായി തുടച്ചു നീക്കപ്പെടും. അവിടെ സുഖവും സമൃദ്ധിയും സ്നേഹവും ദൈവികതയും മാത്രം നിലനിൽക്കും. നിന്റെ മുറ്റത്ത് ഭജനങ്ങൾ മുഴങ്ങും. മണികളുടെ ശബ്ദം നാലുപാടും പടരും. കുടുങ്ങിക്കിടന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയാകും. ഇതുവരെ ആഗ്രഹിച്ചതെല്ലാം ഇനി ചോദിക്കാതെ തന്നെ ലഭിക്കും. കാരണം പ്രപഞ്ചം നിന്റെ വീട് അതിന്റെ വാസസ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു. പ്രപഞ്ചം വസിക്കുന്നിടത്ത് ഒരു കുറവും ഉണ്ടാവുകയില്ല. ഇനി ഒരു പ്രശ്നത്തെയും നീ ഭയപ്പെടേണ്ടതില്ല. കാരണം നീ ഒറ്റയ്ക്കല്ല. നിന്റെ ഓരോ ചുവടിലും പ്രപഞ്ചമുണ്ട്. നിന്റെ ഓരോ ശ്വാസത്തിലും അതിന്റെ ശക്തിയുണ്ട്. നിന്റെ ഓരോ പ്രവൃത്തിയിലും അതിന്റെ അനുഗ്രഹമുണ്ട്. ഈ സത്യം നിന്റെ ഉള്ളിൽ ആഴത്തിലിറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടിനും നിന്നെ തകർക്കാനാവില്ല. ഒരു ഭയത്തിനും നിന്നെ തടയാനാവില്ല. ഒരു വ്യക്തിക്കും നിന്നെ താഴ്ത്താനാവില്ല. കാരണം നീ അഭയം പ്രാപിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ സംരക്ഷകനിലാണ്. അത്ഭുതങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാത്രമേ സംഭവിക്കൂ എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ ആ ചിന്ത ഇന്നു മാറ്റൂ. കാരണം അത്ഭുതങ്ങൾ ഇനി നിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. യാദൃശ്ചികമെന്ന് വിളിക്കാൻ കഴിയാത്ത സംഭവങ്ങൾ നിന്റെ കണ്ണുകൾക്ക് മുന്നിൽ നടക്കും. അവയെല്ലാം പ്രപഞ്ചത്തിന്റെ പദ്ധതി അനുസരിച്ചായിരിക്കും നടക്കുക. അത് സംഭവിക്കുമ്പോൾ ഈ വാക്കുകൾ സത്യമായിരുന്നു എന്ന് നീ തിരിച്ചറിയും. ആ വിശ്വാസം നിന്നെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കും. ഇന്നത്തെ ദിവസം നിനക്കൊരു ആഘോഷത്തിൽ കുറഞ്ഞൊന്നുമല്ല. കാരണം ഇന്ന് നിന്റെ ആത്മാവ് പ്രപഞ്ചവുമായി നേരിട്ട് സംവദിച്ചിരിക്കുന്നു. നിന്റെ ഹൃദയത്തിലേക്കിറങ്ങുന്ന ആ ശാന്തി സാധാരണ ഒന്നല്ല, പ്രപഞ്ച സാന്നിധ്യത്തിന്റെ തെളിവാണ്. അതിനാൽ ഈ നിമിഷത്തെ ഉള്ളിലൊതുക്കൂ. ഈ സന്ദേശം നിന്റെ ജീവിതത്തിനുള്ള വരദാനമാണെന്ന് തോന്നുന്നുവെങ്കിൽ ഇത് പങ്കുവയ്ക്കാൻ മറക്കരുത്. കാരണം അനുഗ്രഹം പങ്കുവെക്കുന്തോറും വർദ്ധിക്കും. നിന്റെ പുണ്യവും പല മടങ്ങായി മാറും. ഇതാണ് യഥാർത്ഥ ഭക്തി. ഇത് നിന്റെ ഭാഗ്യത്തെ സ്ഥിരമുള്ളതാക്കും. നിന്റെ ജീവിതത്തിലെ ഒരു ദിവസവും ഇനി പഴയതുപോലെയായിരിക്കില്ല. കാരണം ഈ തിങ്കളാഴ്ച നിന്റെയുള്ളിൽ ഉറങ്ങിക്കിടന്ന ആ ദിവ്യമായ വിത്തിനെ ഉണർത്തിയിരിക്കുന്നു. ഈ വിത്തിനി മുളച്ച് വലിയൊരു മരമായി വളരും. അതിന്റെ തണലിൽ നിന്റെ കുടുംബം മുഴുവൻ സുഖമനുഭവിക്കും. നിന്റെ ശത്രുക്കൾ പോലും തളരും. നിന്റെ വിജയം കണ്ട് പ്രപഞ്ചത്തിന്റെ കൃപ നിന്റെ മേലുണ്ടെന്ന് അവർക്ക് സമ്മതിക്കേണ്ടിവരും. ഈ പവിത്രമായ വാക്കുകൾക്ക് നീ ഹൃദയത്തിൽ സ്ഥാനം നൽകിയതോടെ പ്രപഞ്ചത്തിന്റെ കൃപ നിന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച
നിന്റെ ഇതുവരെയുള്ള എല്ലാ വേദനകളും എന്നേക്കുമായി ഉപേക്ഷിച്ച് കടന്നുപോകാനുള്ള ദിവ്യമായ വാതിലാണ്. നിന്റെ പാദങ്ങൾക്കടിയിലെ മണ്ണ് കൂടുതൽ ശക്തമായിരിക്കുന്നു, കാരണം പ്രപഞ്ചം സ്വയം നിന്റെ വഴി പിടിച്ചിരിക്കുന്നു. പ്രപഞ്ചം വഴി നടത്തുന്നയാളെ വീഴ്ത്താൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. ഇനി ഭയപ്പെടേണ്ടതില്ല, നിന്റെ ഓരോ ചുവടും വിജയത്തിലേക്ക് നീങ്ങുകയാണ്. നിന്റെ ഓരോ ശ്വാസത്തിലും പ്രപഞ്ചശക്തി നിറഞ്ഞിരിക്കുന്നു. ഇതുവരെ നീ സഹിച്ചതെല്ലാം നിന്റെ ആത്മാവിനെ ശുദ്ധീകരിച്ച് തങ്കമാക്കി മാറ്റിയിരിക്കുന്നു. ആ തപസ്സാണ് ഇനി നിന്റെ ജീവിതത്തിൽ സ്വർണവർഷമായി പെയ്യാൻ പോകുന്നത്. രാത്രികളിൽ നിന്നെ ഉറക്കാതിരുന്ന വേദനകൾ ഇനി നിന്റെ പുരോഗതിയുടെ പടവുകളായി മാറും. പ്രപഞ്ചം നിന്റെ ഓരോ തുള്ളി കണ്ണീരിന്റെയും കണക്കുവച്ചിട്ടുണ്ട്, നിന്റെ മൗനം കേട്ടിട്ടുണ്ട്, നിന്റെ വേദനകളെ സ്വന്തം മടിത്തട്ടിൽ ചേർത്തുവച്ചിട്ടുണ്ട്. ഇനി ആ കണ്ണീരിനെയെല്ലാം സന്തോഷത്തിന്റെ മുത്തുകളായി തിരികെ നൽകാൻ പോകുകയാണ്. ഈ തിരികെ ലഭിക്കൽ എത്രത്തോളം വലുതായിരിക്കുമെന്നാൽ നിന്റെ ജീവിതം മുഴുവൻ അതിന്റെ തിളക്കത്തിൽ ശോഭിക്കും. ഇതാണ് പ്രപഞ്ചത്തിന്റെ വാഗ്ദാനം, ഇതാണ് നിന്റെ പുതിയ വിധി. നിന്നെ ചതിച്ചവർ കരുതിയത് നീ തകർന്നു പോകുമെന്നാണ്, നീ തോൽവി സമ്മതിക്കുമെന്നാണ്, ഇരുട്ടിൽ മറഞ്ഞു പോകുമെന്നാണ്. എന്നാൽ പ്രപഞ്ചം നിന്നെ ആ ചതിയിൽ നിന്ന് പുറത്തെടുത്ത് കൂടുതൽ ശക്തനാക്കി മാറ്റി. ഇനി നിനക്ക് ആരുടെയും പിന്തുണ ആവശ്യമില്ല, കാരണം പിന്തുണയ്ക്കുന്നത് പ്രപഞ്ചം തന്നെയാണ്. നിന്നിൽ നിന്ന് അകന്നുപോയവർ ഇനി പശ്ചാത്തപിക്കും, സ്വന്തം തെറ്റിൽ ലജ്ജിക്കും. നിന്നെ പിന്തുണച്ചവരുടെ മടിത്തട്ട് പ്രപഞ്ചം നിറയ്ക്കും. കാരണം ഇതാണ് ഈ തിങ്കളാഴ്ചയിലെ ആദ്യത്തെ അത്ഭുതം. ഇത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. നിന്റെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ ഇനി നിന്റെ കൈകളിലല്ല, പ്രപഞ്ചത്തിന്റെ കൈകളിലാണ്. പ്രപഞ്ചം തേരാളിയാകുമ്പോൾ വഴി താനേ തെളിയും. ഇനി നീ ചെയ്യുന്ന ഏത് കാര്യത്തിലും വിജയം നിന്നെ തേടിയെത്തും. നിന്റെ തീരുമാനങ്ങളിൽ ദിവ്യമായ ബുദ്ധിയുണ്ടാകും. നിന്റെ എല്ലാ പദ്ധതികളും ശരിയായ സമയത്ത് പൂർത്തിയാകും. ഇനി നീ ആരോടും കൈനീട്ടേണ്ടി വരില്ല, കാരണം സർവ്വവും നൽകുന്നവൻ നിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി അതിൽ വർധനവ് മാത്രമേയുണ്ടാകൂ. ഇതാണ് പ്രപഞ്ചത്തിന്റെ കൃപ, ഇതാണ് നിന്റെ ഭാഗ്യം. നിന്നിൽ നിന്നകന്നുപോയ ധനവും നഷ്ടപ്പെട്ട അവസരങ്ങളും അപൂർണമായ സ്വപ്നങ്ങളുമെല്ലാം ഇനി തിരിച്ചെത്തും. ഈ തവണ അവ 100 മടങ്ങായിട്ടായിരിക്കും മടങ്ങിയെത്തുക. കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തെളിയും, നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും, നിന്റെ വീട്ടിൽ ഒരിക്കലും ഒരു കുറവുമുണ്ടാകില്ല. പ്രപഞ്ചം നിനക്കായി തുറന്ന സമൃദ്ധിയുടെ വാതിൽ ഇനി ഒരിക്കലും അടയില്ല. ആ വാതിലിലൂടെ സുഖസന്തോഷങ്ങൾ മാത്രം കടന്നുവരും. നിന്റെ സാമ്പത്തിക സ്ഥിതി ദിനംപ്രതി ശക്തമാകും. മുൻപ് കുറവുകളുണ്ടായിരുന്നിടത്ത് ഇനി സമൃദ്ധിയുണ്ടാകും. നിന്റെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഇനി നിഷേധാത്മകതയ്ക്ക് സ്ഥാനമുണ്ടാകില്ല. മുൻപ് കലഹവും ആശങ്കയും അശാന്തിയും ഉണ്ടായിരുന്നിടത്ത് ഇനി സ്നേഹവും സമാധാനവും വാഴും. കുടുംബാംഗങ്ങൾ തമ്മിൽ ഒത്തൊരുമിക്കും, മുതിർന്നവരുടെ അനുഗ്രഹമുണ്ടാകും, കുട്ടികളുടെ ചിരികൊണ്ട് വീട് നിറയും. ഇതാണ് വീടിനെ സ്വർഗമാക്കുന്ന പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ അനുഗ്രഹം. നിന്റെ വീട് ഒരു ക്ഷേത്രം പോലെയാകും. അവിടെ നിന്നുള്ള ശുഭ ഊർജ്ജം നാടെങ്ങും പടരും. ആളുകൾ നിന്റെ വീടിന്റെ ശാന്തത കണ്ട് നിന്നെ ആദരിക്കും. നിന്റെ ശത്രുക്കൾ നിനക്കെതിരെ മെനഞ്ഞ ഗൂഢാലോചനകളെല്ലാം ഇന്നു മുതൽ പരാജയപ്പെടും. അവർ തീർത്ത വലയിൽ അവർ തന്നെ വീഴും. നിനക്കൊരു ദോഷവും വരുത്താൻ അവർക്കാവില്ല, കാരണം പ്രപഞ്ചം നിനക്കു ചുറ്റും ഒരു സുരക്ഷാ കവചം തീർത്തിട്ടുണ്ട്. ഇനി നീ ഭയമില്ലാതെ മുന്നോട്ടു പോകൂ, നിന്റെ ജോലികൾ പൂർത്തിയാക്കൂ. നിന്റെ സംരക്ഷകൻ ഒരിക്കലും ഉറങ്ങുന്നില്ല. പ്രപഞ്ചത്തിന്റെ അഭയത്തിലുള്ളയാളെ തൊടാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഇതാണ് നിന്റെ ഏറ്റവും വലിയ സുരക്ഷയും ശക്തിയും. വർഷങ്ങളായി നിന്നെ അലട്ടിയിരുന്ന രോഗങ്ങൾ സാവധാനം വേരോടെ ഇല്ലാതാകും. നിന്റെ ശരീരത്തിൽ പുതിയ ഊർജ്ജം നിറയും, ക്ഷീണം മാറും, ദിവസവും പുതിയ ഉന്മേഷത്തോടെ നീ എഴുന്നേൽക്കും. പ്രപഞ്ചകൃപയാൽ നിന്റെ ആരോഗ്യം തിരിച്ചുകിട്ടും, മനസ്സും ശാന്തമാകും. മനസ്സിന്റെ ശാന്തിയാണ് ഏറ്റവും വലിയ ധനം, അത് നിനക്ക് ലഭിച്ചു കഴിഞ്ഞു. അനുഗ്രഹീതരായ ആളുകളുടെ മുഖത്തുള്ള പ്രകാശം നിന്റെ മുഖത്തുമുണ്ടാകും. നിന്റെ രഹസ്യമെന്തെന്ന് ആളുകൾ ആശ്ചര്യപ്പെടും. മാതാപിതാക്കളുടെ അനുഗ്രഹവും മക്കളുടെ ഭാവിയും പങ്കാളിയുടെ പിന്തുണയും പ്രപഞ്ചം നിന്റെ പേരിൽ കുറിച്ചിരിക്കുന്നു. കുടുംബത്തിൽ സ്നേഹം വർദ്ധിക്കും, തെറ്റിദ്ധാരണകൾ മാറും, പരസ്പര ബഹുമാനമുണ്ടാകും. കടുപ്പമേറിയ ബന്ധങ്ങൾ വീണ്ടും മധുരമുള്ളതാകും. ഈ തിങ്കളാഴ്ച നിന്റെ മാത്രമല്ല, കുടുംബത്തിന്റെ മുഴുവൻ ഭാഗ്യോദയമാണ്. കുടുംബത്തിൽ ഐക്യമുണ്ടാകുമ്പോൾ പ്രപഞ്ചം അവിടെ വാസമുറപ്പിക്കും. ഇതാണ് ഏറ്റവും വലിയ വരദാനം. പെട്ടെന്നുള്ള ധനലാഭത്തിന് യോഗമുണ്ട്. തടസ്സപ്പെട്ട പണം തിരികെ ലഭിക്കും, പുതിയ വരുമാനമാർഗങ്ങൾ തുറക്കും, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്ന നല്ല വാർത്തകൾ എത്തും. പ്രപഞ്ചം നിനക്കായി വാതിൽ തുറന്നുകഴിഞ്ഞു. ഇനി വളർച്ച മാത്രമാണുണ്ടാവുക. സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം മാറും. നീ ആരുടെ മുന്നിലും കടം ചോദിക്കേണ്ടി വരില്ല, പകരം ആളുകൾ നിന്നോട് സഹായം തേടിയെത്തും. പഴയ സുഹൃത്തോ ബന്ധുവോ പെട്ടെന്ന് നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുകയും നല്ല അവസരങ്ങൾ കൊണ്ടുവരികയും ചെയ്യും.
നിന്നിൽ നിന്ന് അകന്ന ചിലർ നിന്നെ സഹായിക്കാൻ മുന്നോട്ടുവരും. കാരണം പ്രപഞ്ചം അവരുടെ മനസ്സിൽ നിന്നോട് സഹാനുഭൂതിയും ബഹുമാനവും നിറച്ചിരിക്കുന്നു. നിന്റെ സമയം മാറിയെന്നതിന്റെ ദിവ്യസൂചനയാണിത്. ഇനി നിനക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടില്ല. നിന്നെ സഹായിക്കുന്ന നല്ല മനുഷ്യരെ പ്രപഞ്ചം നിനക്ക് ചുറ്റുമെത്തിക്കും. നിന്റെ വാക്കുകളിൽ മധുരവും സ്വാധീനവും നിറയും. നീ പറയുന്നത് കേട്ട് ആളുകൾ ആകൃഷ്ടരാകും. നിന്റെ ഉപദേശങ്ങൾ ആളുകൾ ഗൗരവത്തോടെ കാണും. പ്രപഞ്ചം നൽകിയ ഈ വരദാനം നിനക്ക് സമൂഹത്തിൽ പുതിയൊരു വിലാസം നൽകും. നിന്റെ പേര് ആദരവോടെ സ്മരിക്കപ്പെടും. പ്രപഞ്ചത്തെ വിശ്വസിച്ച് വിധി മാറ്റിയെഴുതിയ ആളായി നിന്നെ ഓർക്കും. നിന്റെ കഥ മറ്റുള്ളവർക്ക് പ്രചോദനമാകും. നിന്റെ ആത്മവിശ്വാസം ഉയരും. ഏതു വേദിയിലും നീ തടസ്സമില്ലാതെ സംസാരിക്കും. നിന്റെ കണ്ണുകളിൽ വിജയത്തിന്റെ തിളക്കമുണ്ടാകും. ചുവടുകളിൽ വേഗതയുണ്ടാകും. ഹൃദയത്തിൽ പ്രപഞ്ചം നൽകിയ ശാന്തിയുണ്ടാകും. ഇതാണ് നിന്റെ പുതിയ വ്യക്തിത്വം. ഇതിനെ ആർക്കും തട്ടിയെടുക്കാനാവില്ല. ഏതു വെല്ലുവിളിയെയും നീ ധൈര്യത്തോടെ നേരിടും. നിന്റെ തീരുമാനങ്ങളെല്ലാം ശരിയാകും. കാരണം പ്രപഞ്ചം സ്വയം നിന്നെ വഴിനടത്തുന്നു. ആകുലതയോടെ നീ കഴിച്ചുകൂട്ടിയ രാത്രികൾ ഇനി നല്ല സ്വപ്നങ്ങളുള്ള രാത്രികളായി മാറും. നിനക്ക് നല്ല ഉറക്കം ലഭിക്കും. രാവിലെ ഉന്മേഷത്തോടെ എഴുന്നേൽക്കും. കാരണം നിന്റെ ആശങ്കകളുടെ ഭാരം പ്രപഞ്ചം ഏറ്റെടുത്തു കഴിഞ്ഞു. ഭാവിയെക്കുറിച്ചോർത്ത് ഇനി നീ രാത്രികളിൽ ഉണർന്നിരിക്കേണ്ടതില്ല. നിന്റെ ഭാവി പ്രപഞ്ചം കാത്തുസൂക്ഷിക്കുന്നുണ്ട്. നീ ശാന്തമായി ഉറങ്ങൂ. പ്രപഞ്ചം നിനക്കായി രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ പ്രഭാതവും പുതിയ പ്രതീക്ഷകളോടെ എത്തും. ദിവസവും ഏതെങ്കിലും നല്ല വാർത്തകൾ നിന്റെ വാതിലിൽ മുട്ടും. ചിലപ്പോൾ ധനമെത്തും, ചിലപ്പോൾ ആദരവ് ലഭിക്കും, ചിലപ്പോൾ ജീവിതം മാറ്റുന്ന അവസരങ്ങൾ ലഭിക്കും. നീ കണ്ണുകൾ തുറന്നുപിടിച്ച് പ്രപഞ്ചത്തിന്റെ സൂചനകൾ തിരിച്ചറിയുക മാത്രം ചെയ്താൽ മതി. പ്രപഞ്ചം നിന്നോട് സൂചനകളിലൂടെ സംസാരിക്കും. സ്വപ്നങ്ങളിൽ വരും, ചിന്തകളിൽ നിറയും, വിജയത്തിലേക്കുള്ള വഴി കാണിച്ചുതരും. പ്രപഞ്ചത്തിന്റെ കവചം നിനക്ക് ചുറ്റും ഉറച്ചുകഴിഞ്ഞു. ഒരു നിഷേധാത്മക ശക്തിക്കും ദുഷ്കണ്ണുകൾക്കും ശത്രുക്കൾക്കും നിന്നെ ഒന്നും ചെയ്യാനാവില്ല. നിന്റെ വീട്ടിലേക്ക് വരുന്നതെല്ലാം പ്രപഞ്ചത്തിന്റെ പരിശോധനയ്ക്ക് ശേഷമേ അകത്തു കടക്കൂ. അശുദ്ധമായതെല്ലാം പുറത്തുതന്നെ നിൽക്കും. ഇതാണ് ദിവ്യമായ സംരക്ഷണം. ഇനി നീ ഭയമില്ലാതെ ജീവിക്കൂ. നിന്റെ സംരക്ഷണം പ്രപഞ്ചം ഏറ്റെടുത്തു കഴിഞ്ഞു. നിന്റെ വളർച്ചയിൽ അസൂയപ്പെട്ടവർ ഇനി തളർന്നുപോകും. നിന്റെ പുരോഗതി തടയാനുള്ള അവരുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടും. നീ കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കും. അവരുടെ വാഗ്ദാനങ്ങളിലെ കൈബ് അവർക്ക് തന്നെ തിരിച്ചടിയാകും. നിന്റെ മധുരം കൊണ്ട് ലോകം നിന്നെ സ്നേഹിക്കും. ഇതാണ് പ്രപഞ്ചത്തിന്റെ നീതി. നീ ആരോടും പക വീട്ടേണ്ടതില്ല. പകവീട്ടൽ പ്രപഞ്ചം ചെയ്തുകൊള്ളും. നീ മുന്നോട്ടു മാത്രം പോകൂ. നിന്റെ വിജയമായിരിക്കും ശത്രുക്കൾക്കുള്ള മറുപടി. നിന്റെ അധ്വാനത്തിന്റെ ഫലം നീ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ലഭിക്കും. നീ വർഷങ്ങളായി വിത്തെറിഞ്ഞ പാതയിൽ ഇനി സ്വർണ്ണവിളകൾ കൊയ്യാം. നിന്റെ എല്ലാ ശ്രമങ്ങളും വിജയിക്കും. പദ്ധതികൾ പൂർത്തിയാകും. പ്രപഞ്ചം നിന്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. നിന്റെ സ്വപ്നങ്ങളെല്ലാം സത്യമാകാൻ പോകുന്നു. ബാല്യത്തിൽ കണ്ട സ്വപ്നങ്ങൾ പൂർത്തിയാകും. മനസ്സിൽ ഒളിപ്പിച്ച ആഗ്രഹങ്ങൾ നിന്റെ മുന്നിലെത്തും. നീയൊരു ചുവട് മുന്നോട്ട് വയ്ക്കൂ. ബാക്കി വഴി പ്രപഞ്ചമുണ്ടാക്കിത്തരും. പുതിയ അവസരങ്ങൾ നിന്റെ വാതിൽക്കലുണ്ട്. അത് ജോലിയായോ ബിസിനസ്സായോ പുതിയ ബന്ധങ്ങളായോ ആകാം. അതിനെ തിരിച്ചറിഞ്ഞു സ്വീകരിക്കൂ. പ്രപഞ്ചം അയക്കുന്നത് വെറുതെയാവില്ല. ഈ അവസരം നിന്റെ ജീവിതം മാറ്റും. നീ ആഗ്രഹിച്ച ഉയരങ്ങളിലെത്തിക്കും. അതുകൊണ്ട് മനസ്സിന്റെ വാതിലുകൾ തുറക്കൂ. ശുഭസൂചനകളെ സ്വീകരിക്കൂ. നീ പ്രാർത്ഥിച്ചതെല്ലാം പ്രപഞ്ചം നിനക്ക് നൽകുകയാണ്. നിന്റെ പേര് ആദരവോടെ ഓർക്കപ്പെടും. ആളുകൾ നിന്റെ പോരാട്ടത്തെയല്ല, വിജയത്തെയാണ് ഓർക്കുക. പ്രപഞ്ചത്തിൽ വിശ്വസിച്ച് വിധി മാറ്റിയ ആളെന്ന് നിന്നെക്കുറിച്ചു പറയും. നിന്റെ ജീവിതം മാതൃകയാകും. ഇതാണ് യഥാർത്ഥ വിജയം. നീ ഇപ്പോൾ എത്തിയ സ്ഥാനത്തുനിന്ന് നിന്റെ ജീവിതം ഉയരങ്ങളിലേക്ക് മാത്രമേ പോകൂ. ഒരു ശക്തിക്കും നിന്നെ താഴേക്ക് വലിച്ചിടാനാവില്ല. കാരണം പ്രപഞ്ചത്തിന്റെ കൃപ നിന്റെ ശിരസിലുണ്ട്. കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറും. വീട്ടിൽ സമൃദ്ധി നിറയും. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കും. വീട് സൗകര്യങ്ങളാൽ നിറയും. സാമ്പത്തിക ഉത്കണ്ഠകൾ മാറും. ഇത് തുടക്കം മാത്രമാണ്. പ്രപഞ്ചകൃപയ്ക്ക് അതിരുകളില്ല. നിനക്ക് ലഭിക്കുന്നത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ തക്കവണ്ണം സമൃദ്ധിയുണ്ടാകും. നൽകുന്നതിലെ സന്തോഷമാണ് വലിയ ധനം. ബന്ധങ്ങളിൽ മധുരം മടങ്ങിയെത്തും. സഹോദരങ്ങൾ തമ്മിലുള്ള അകൽച്ച മാറും. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ നീങ്ങും. ദമ്പതികൾ തമ്മിലുള്ള പിണക്കങ്ങൾ സ്നേഹമായി മാറും. പ്രപഞ്ചം നിന്റെ വീട്ടിലെ എല്ലാ ബന്ധങ്ങളെയും അനുഗ്രഹിച്ചിരിക്കുന്നു. അവിടെ സ്നേഹവും ബഹുമാനവും മാത്രമുണ്ടാകും. നിന്റെ വീട് സ്വർഗം പോലെയാകും.
നിന്റെ വാക്കുകളിൽ സരസ്വതിയും ബുദ്ധിയിൽ ഗണപതിയും ഹൃദയത്തിൽ പ്രപഞ്ചവും വസിക്കും. ഈ ത്രിവേണി സംഗമം നിനക്ക് സകല മേഖലകളിലും വിജയം തരും. നിന്റെ വാക്കുകളെ ആരും എതിർക്കില്ല, നിന്റെ തീരുമാനങ്ങൾ ശരിയായിരിക്കും. ഈ ദിവ്യഗുണങ്ങൾ നിന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കും. നിന്റെ പാത വ്യക്തമാണ്. വഴിയിലെ മുള്ളുകളെല്ലാം പ്രപഞ്ചം നീക്കി കുഴികളിൽ പൂക്കൾ നിറച്ചു. ഇനി നീ തളരാതെ ഭയക്കാതെ മുന്നോട്ടു പോകൂ. നിന്റെ വഴി പ്രപഞ്ചം ഒരുക്കിയതാണ്, അത് വിജയത്തിന്റെ വാതിലിലേക്ക് നീളുന്നു. ഇനി നിനക്ക് വഴിതെറ്റില്ല, കാരണം പ്രപഞ്ചത്തിന്റെ വെളിച്ചം നിനക്ക് മുന്നിലുണ്ട്. അത് നിന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കും. ഓരോ ദിവസവും അത്ഭുതങ്ങൾ കൊണ്ടുവരും. നല്ല വാർത്തകളെത്തും, നഷ്ടപ്പെട്ട ധനം തിരികെ കിട്ടും, പുതിയ സൗഹൃദങ്ങളുണ്ടാകും, ശത്രുക്കൾ പോലും നിന്നെ ബലമായി ആദരിക്കും. പ്രപഞ്ചകൃപ നിന്നിൽ നിറഞ്ഞു നിൽക്കുന്നതിന്റെ തെളിവാണിത്. നിന്റെ തടസ്സപ്പെട്ട പുരോഗതി ഇനി വേഗം കൈവരിക്കും. വർഷങ്ങളായി കെട്ടിക്കിടന്ന കാര്യങ്ങൾ വേഗത്തിൽ നടക്കും. പ്രപഞ്ചം നിന്റെ വളർച്ചയുടെ വാതിലുകൾ തുറന്നുകഴിഞ്ഞു, അതിനെ അടയ്ക്കാൻ ആർക്കും കഴിയില്ല. നിന്റെ പുതിയ വിധി ആരംഭിച്ചു കഴിഞ്ഞു.